ഈശോയിൽ സ്നേഹമുള്ളവരെ, ഏവർക്കും ഓശാന തിരുനാളിന്റെ ആശംസകൾ നേരുന്നു. ഈ നോമ്പുകാലം നമ്മുടെ ഹൃദയം ദൈവത്തിന് മുൻപിൽ നിശ്ചലമാക്കി പുതുക്കപ്പെടാനുള്ള ഒരു അവസരമായി മാറ്റാം. നോമ്പുകാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വലിയൊരു കാര്യമുണ്ട്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഈശോയെ നമുക്ക് ധ്യാനിക്കാം. പരിഹാര പ്രവൃത്തികൾ ചെയ്തും ദൈവേഷ്ടപ്രകാരമുള്ള ജീവിതം നയിച്ചും നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഇനി നമുക്ക് ഇന്നത്തെ മെസ്സേജ് എന്താണെന്ന് കേൾക്കാം. മത്തായി 21:9. ദാവീദിന്റെ പുത്രൻ ഓശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഓശാന. ജെറുസലേം തെരുവീതിയിൽ മുഴങ്ങിക്കേട്ട ഈ ശബ്ദം നമ്മുടെ ഇടയിൽ മുഴങ്ങട്ടെ. ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും നമ്മുടെ രക്ഷകനും നാഥനുമായ യേശുവിനെ നിരന്തരം നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. നമ്മുടെ സ്തുതികളുടെയും കൃതജ്ഞതയും ജീവിതം കണ്ട് ചുറ്റുമുള്ളവർ അവരുടെ ജീവിതത്തിൽ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ കർത്താവ് ഇടവരുത്തട്ടെ.